blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. ഒത്തിരി അനുഗ്രഹങ്ങളാൽ യേശു നിറയ്ക്കട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകളിൽ അനേകരെ കർത്താവ് സ്പർശിക്കുകയും വിടുവിക്കുകയും ചെയ്തതിൻ്റെ അത്ഭുതകരമായ കോരിത്തരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ റെക്കോർഡിംഗ് നടക്കുന്ന ദിവസം ഞങ്ങൾ കേട്ട അത്ഭുതകരമായ ഒരു സാക്ഷ്യം. യൂട്രസിനകത്ത് ക്യാൻസർ വന്ന ഒരു സഹോദരിയെ യേശു കർത്താവ് അത്ഭുതകരമായി ആ പേര് വിളിച്ച് സൗഖ്യമാക്കി. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഐ വാസ് ഇൻ ടീയേഴ്സ്. കർത്താവ് എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നവരെ, രോഗം അനുഭവിക്കുന്നവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിനായി നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് സാജുവിനും റാണിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസിൽ നിന്നും കർത്താവെ സൗഖ്യം നൽകണമേ. ഹൈപ്പർ ടെൻഷനിൽ നിന്നും സൗഖ്യം നൽകണമേ. അതുപോലെ കർത്താവ് ജോലിയിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ അലീനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. നല്ല ഒരു ജോലി ലഭിക്കട്ടെ. മകൻ ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല കർത്താവെ, തൻ്റെ എല്ലാ അലർജിക് കോഫും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സാജു ആൻഡ് റാണി ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. തുടർന്ന് നിങ്ങൾ ഇന്നത്തെ മിറക്കിൾസ് ടുഡേ കാണും. അതിനുശേഷം സന്ദേശത്തിലേക്ക് പോകും. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പോകും. തുടർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കും. സോ ഗെറ്റ് റെഡി ആൻഡ് സ്റ്റേ ബാക്ക്. ആൻറ്റിയുടെ പേര് സൂസമ്മ എന്നാണ്. ഈ ആൻറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്ത് 2 മുഴകളുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്: ഒന്ന് വലുതും ഒന്ന് വളരെയധികം ചെറുതുമായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ വലിയ മുഴ അത് ഓപ്പറേഷനിലൂടെ എടുത്തു മാറ്റി. ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ചെറിയ മുഴയാണ്, അത് വലിയ കുഴപ്പമില്ല എന്നല്ലായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത്. ആൻറ്റി പറഞ്ഞത് ഇതുകൊണ്ടിട്ട് ആൻറ്റിക്ക് ഈ വയറിനകത്തെ ഈ അസ്വസ്ഥതകൾ മുഖാന്തരം, ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വയറിനകത്തുള്ള അസ്വസ്ഥതകൾ മുഖാന്തരം ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പറയുന്നത് വയറിനകത്ത് എന്തോ ഒത്തിരി ഭാരങ്ങൾ, അത് കല്ലെല്ലാം കയറ്റി വെച്ച് കല്ല് വെച്ചിരിക്കുന്ന പോലെ ഭാരമുണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുന്ന സമയത്താണ് നേരെ പോയി സ്കാൻ ചെയ്തതും 2 മുഴയെന്ന് കണ്ടുപിടിക്കുന്നതും അതിൽ വലിയ മുഴ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയത്. പക്ഷെ ആ സമയത്ത് ചെറിയ മുഴ അവിടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അതും വലുതാകാൻ തുടങ്ങി. ഈ ചെറുത് വളരാൻ തുടങ്ങി. ആ മുഴയും വലുതായപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വീണ്ടും ചെന്ന് സ്കാൻ ചെയ്തു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷനിലൂടെ എടുത്തു മാറ്റണമെന്നും. കഴിഞ്ഞ മാർച്ച് മാസം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പേരെടുത്തു പറഞ്ഞു. സൂസമ്മ എന്ന് പറയുന്ന വ്യക്തിയെ സൗഖ്യമാക്കുന്നു. അതായത് സൂസമ്മ എന്ന് പറയുന്ന സഹോദരിയെ പലവിധ രോഗങ്ങളാൽ, പ്രത്യേകിച്ച് ഇതെടുത്ത് പറഞ്ഞില്ല, പക്ഷെ പേരെടുത്ത് പറഞ്ഞു. സൂസമ്മ എന്ന് പറയുന്ന ആ സഹോദരിയെ പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സഹോദരിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ആൻറ്റി ചെയ്തത് ഇങ്ങനെയാണ്: നേരെ ഡോക്ടറുടെ അടുക്കൽ പോയി വീണ്ടും ചെക്ക് ചെയ്തു, അതായത് സ്കാൻ ചെയ്തു. അപ്പോൾ അതിൽ വന്ന റിപ്പോർട്ടിൽ ആ ഒരു മുഴ അവിടെ ഇല്ല. വലുതായിക്കൊണ്ടിരുന്ന വളർന്നുകൊണ്ടിരുന്ന മുഴ അവിടെ ഇല്ല. അത്രയും ദിവസം തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന, തനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയിരുന്ന ആ സ്കാനിങ് മെഷീൻ വല്ലതും കേടായതായിരിക്കുമോ? സ്കാനിങ് മെഷീൻ സിസ്റ്റർ അതിനുശേഷം
ആ പ്രയാസങ്ങൾ മാറിയോ? പ്രയാസങ്ങൾ മാറി. ആ പ്രശ്നങ്ങളുണ്ട് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഭക്ഷണം അപ്പം ഡോക്ടറേറ്റൊക്കെ ചെന്നാൽ പറഞ്ഞു കുറേശ്ശെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ അതിന് മുമ്പേ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മുഴ അവിടെ ഇല്ല. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. അതും മാറിപ്പോയി. അപ്പൊ സ്കാനിങ് മെഷീൻ കേടായതല്ല, കാരണം രോഗം മാറി. ആ പ്രശ്നം അവിടെ ഇല്ല, ഭക്ഷണം കഴിക്കാം. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി ലൈനായി നിന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേരും പലപ്പോഴും എനിക്കറിയാം ഗർഭാശയത്തിനകത്ത് മുഴയുമായി വരുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഈ സാക്ഷ്യം കാണുന്നവരോട് ഞാൻ പറയട്ടെ, മലകൾ മാറുമെങ്കിൽ മുഴകൾ മാറും. ഒരു മല മാറാമെങ്കിൽ മുഴ മാറിക്കൂടെ? ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുക, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി. അതോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടെ ഏത് രോഗമാണെങ്കിലും, മുഴ മാത്രമല്ല യേശു എടുത്തു മാറ്റുന്നത്, ഏത് രോഗവും യേശു മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ വ്യക്തികളിലേക്ക് ഞാൻ പകരുന്നു. ഇവിടെ ഇരിക്കുന്നവരും സാക്ഷ്യം കാണുന്നവരും സൗഖ്യമാകട്ടെ. ജീസസ് നെയിം, ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ജനങ്ങളെ ഇരുത്തുവിൻ, യേശു പറഞ്ഞു. ജനങ്ങളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു. ആ ഭാഗത്ത് യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ധാരാളം പുല്ല് ഉണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഏകദേശം പുരുഷന്മാർ മാത്രം 5000-ഓളം പേർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ഇവർക്ക് വിളമ്പിക്കൊടുത്തു. തുടർന്ന് യേശു ചെയ്തത്, ഉണ്ടായിരുന്ന 5 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ജനത്തിന് വിളമ്പിക്കൊടുത്തു. മീനും അങ്ങനെ തന്നെ കൊടുത്തു. അതോട് ചേർത്ത് മീനും കൊടുത്തു. എല്ലാവരും മതിയാവുകോളം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണങ്ങളെ ശേഖരിക്കുവിൻ, ഒട്ടും നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം. അങ്ങനെ അവർ ശേഖരിച്ചു. 5 ബാർലിയപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ട നിറച്ചെടുത്തു. പ്രധാനമായും 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവുമാണ് ഒരു വാഗ്ദത്തമായി കർത്താവ് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് നൽകുന്നത്. 12-ാമത്തെ വാക്യത്തിൽ when they had all had enough to eat, അവരെല്ലാം ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഇരിക്കുന്ന ജനത്തിന് ഈ വർഷം തൃപ്തീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. എന്ന് വെച്ചാൽ വളരെ തൃപ്തി വരുവോളം ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എന്ന് പറഞ്ഞാൽ തൃപ്തിയാവുകോളം ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ഈ വർഷം നന്മകളാൽ നിറയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ബാക്കിയുള്ള കഷ്ണങ്ങൾ പെറുക്കിയെടുത്തപ്പോൾ 12 കുട്ടയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വരുന്ന രീതിയിൽ അനുഗ്രഹിക്കുന്നവനാണ് യേശു. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? എനിക്കറിയാം, നമ്മിൽ പലരും ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ വളരെയധികം ഞെരുക്കത്തിലൂടെ പോയവരാണ്. ഒരു മാസം 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം കൊണ്ടെത്തിക്കാൻ പെട്ടിട്ടുള്ള പാട് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. വളരെ ഞെരുങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് കാണും. കാരണം എപ്പോഴും നമ്മുടെ അനുഭവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഞരങ്ങി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോവുക. എന്നാൽ യേശു വരുമ്പോൾ അതല്ല അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകും. എല്ലാവരും ചേർന്ന് പറയാം, യേശു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞെരുക്കങ്ങളെ മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം പ്രവർത്തിക്കാൻ പോകുകയാണ്. യോഹന്നാൻ
11-ാം അധ്യായം 25 മുതൽ 25, 26 വാക്യങ്ങൾ. അതിന് യേശു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. യേശു ഈ വചനം പറഞ്ഞ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. ലാസർ മരിച്ച സമയത്ത് യേശു അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിലൊരു വലിയ അത്യാഹിതം സംഭവിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ ആ വീടിൻ്റെ പ്രത്യേകത, ലാസറുടെയും മാർത്തയുടെയും മറിയുടെയും വീടിൻ്റെ പ്രത്യേകത, പലവട്ടം യേശു ആ വീട്ടിൽ വന്നതാണ്. ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്, വചനം സംസാരിച്ചിട്ടുണ്ട്. ആ വീട്ടിലാണ് ഒരു വലിയ അത്യാഹിതം, ഒരു അകാല ചരമം നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കാൻ പോകുന്ന ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ശരിയാണോ? ഇത്രയൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ദൈവത്തെ വിളിച്ചിട്ട് കൈയടിച്ചിട്ട് അല്ലെങ്കിൽ വചനം വായിച്ചിട്ട് പ്രസംഗിച്ചിട്ട് എന്തായി ചോദിക്കാം, ആളുകൾ ചോദിക്കാം. ബൈബിൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, വരാം അനർത്ഥങ്ങൾ, എന്നാൽ അവ എല്ലാറ്റിൽ ദൈവം അവരെ വിടുവിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, പ്രാർത്ഥിച്ചിട്ടും വിരുദ്ധമായി ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കരുത്. വരാം. പക്ഷേ അതിനപ്പുറത്ത് എല്ലാവരും അറിയുന്ന ഒരു അത്ഭുതം കൂടെ പുറകെ വരുന്നുണ്ട്. മറന്നു പോകരുത്. 100 ഭവനങ്ങളിൽ 100 അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. കേൾക്കുമ്പോൾ മാറത്തടിച്ച് കരയണം എന്ന് തോന്നിപ്പോവും. അതുപോലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ ഭവനങ്ങളിൽ നടക്കാറുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ഒരു പ്രശ്നം ഫ്രീ ലൈഫ് നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല. പ്രശ്നങ്ങൾ വരാം. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഒരു വിടുതലിൻ്റെ അത്ഭുതം കൂടെ അതിൻ്റെ പിന്നാലെ നിൻ്റെ വീട്ടിൽ നടക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ബൈബിൾ പറയുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ വീട്ടിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അതോടെ അവർ നശിച്ചു പോവും. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു അനർത്ഥം ഉണ്ടായാൽ അതിൽ നിന്നും വിടുതലും ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ. ലാസറുടെ വീട്ടിൽ ഇതുവരെ മറ്റ് ഭവനങ്ങളില്ലാത്തതുപോലെ ഒരു വല്ലാത്ത ഒരു മരണം നടക്കുകയാണ്. ചെറുപ്പക്കാരനായിരുന്ന അവരുടെ ബ്രദർ മരിച്ചുപോയി. എന്നാൽ യേശു അവിടെ സമയത്ത് ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് മുൻപ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവിടെ സഹോദരിമാരോട് യേശു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എല്ലാവരും ചേർന്ന് പറയാം, യേശുവാണ് പുനരുത്ഥാനവും ജീവനും. അതിൻ്റെ അർത്ഥം, യേശുവിന് എന്തിനേയും ഉയർപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. മരിച്ചുപോയി എന്ന് പറയുന്ന, ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്ന, എന്നേക്കും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എന്തിനേയും തിരിച്ചു വരുത്താൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരിക്കലും ഇനി മടങ്ങി വരില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ശക്തിയോടെ കൈകളെ അടിച്ച് നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവിടെ നമ്മൾ കാണുന്നത്, യേശു ആ വീട്ടിൽ വരുവാൻ വൈകിപ്പോയി. എങ്കിലും
കർത്താവ് സമയത്ത് വന്ന് അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം അല്ല ദൈവത്തിൻ്റെ സമയം. നമുക്കൊത്തിരി ആകുലം വരുവാനൊരു കാരണം പലതും സമയത്ത് നടക്കുന്നില്ല എന്നുള്ള തോന്നലാണ്. എന്നാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഭംഗിയായി കർത്താവ് കാര്യങ്ങളെ ചെയ്യും. കർത്താവിനൊരു പ്രത്യേക പ്രിൻസിപ്പിൾ ഉള്ളത്, കർത്താവ് ഒരിക്കലും നേരത്തെ വരികയില്ല, വൈകിയും വരികയില്ല. സമയത്ത് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. സമയത്ത് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചല്ല യേശു കെട്ടിയിരിക്കുന്ന വാച്ച്. ഹല്ലേലൂയ. നമ്മുടെ വാച്ച് ചിലപ്പോൾ സ്ലോ ആകും, ചിലപ്പോൾ ഫാസ്റ്റ് പോകും, ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ വാച്ച്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, അവന് പ്രത്യേകമായ ഒരു സമയക്രമമുണ്ട്. ആ സമയത്ത് കർത്താവ് ഭംഗിയായി കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കും. ഈ വീട്ടിലും അതുപോലെ തന്നെ അവർ പ്രതീക്ഷിച്ച സമയത്തൊരു ദൈവപ്രവൃത്തി അവിടെ കണ്ടില്ല, വൈകിപ്പോയി. നിങ്ങളുടെ ജീവിതത്തിൽ ജോലി കിട്ടാൻ ഒരല്പം വൈകിയാൽ അതോടെ ദൈവവിശ്വാസം കളയരുത്. മറ്റുള്ളവർക്ക് പോലും ലഭിക്കാത്തതിനേക്കാൾ നല്ലത് ദൈവം നിനക്ക് വേണ്ടി വൈകിയാലും ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവാഹം വൈകുമ്പോൾ ദൈവത്തെ ശപിക്കരുത്, ദൈവം ഇല്ലെന്ന് പറയരുത്. മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ലാത്ത നല്ല മാധുര്യമേറിയ ഒരു വിവാഹ ജീവിതം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ത് വൈകിയാലും പിറുപിറുക്കണ്ട, കർത്താവ് സമയത്ത് നമുക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകത, അവൻ എന്തിനേയും മടക്കി വരുത്തുവാൻ കഴിവുള്ളവനാണ്, എന്തിനേയും വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാണ്, എന്തിനേയും തിരികെ തരുവാൻ കഴിവുള്ളവനാണ്. നഷ്ടപ്പെട്ട പലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണാം, എന്നാൽ അതിനെ ഇരട്ടിയായി മടക്കി തരുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്ന് 28-29 വാക്യങ്ങൾ നമുക്ക് ഈ സമയത്തൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ 5, 28, 29 വാക്യങ്ങൾ. നിങ്ങളിത് കേട്ട് ആശ്ചര്യപ്പെടരുത്. ഓക്കെ. ശവക്കുഴികളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുറത്തു വരുന്ന സമയം അടുത്തിരിക്കുന്നു. ശവക്കുഴികളിലുള്ളവരെല്ലാം യേശുവിന്റെ ശബ്ദം കേട്ട് പുറത്തു വരുന്ന നാഴിക അടുത്തിരിക്കുന്നു. വായിക്കാം. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. വളരെ വ്യക്തമായി യേശു പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ വച്ച് നന്മ ചെയ്തവർ, അല്ലെങ്കിൽ ദൈവത്തിനായി ജീവിച്ചവർ, വചനമനുസരിച്ച് ജീവിച്ചവർ, പ്രാർത്ഥനകളിൽ പങ്കെടുത്തവർ, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവർ, രക്ഷകനെ സ്വീകരിച്ചവർ, അവർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നാൽ തിന്മ ചെയ്തവരോ, അടുത്ത ഭാഗം വായിക്കാം. തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും ഉയർത്തെഴുന്നേൽക്കും. തിന്മ ചെയ്തവരും ഉയർത്തെഴുന്നേൽക്കും. അവരെങ്ങനെ, എന്തിനു വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ശിക്ഷാവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. ഒത്തിരി പേർക്കും പത്രമൊക്കെ വായിച്ച് ഒത്തിരി അറിവുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് അധികം പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഉയർത്തെഴുന്നേൽക്കും. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഉയർത്തെഴുന്നേൽക്കും. ചിലരിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസികളായി രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുന്നവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കൂ, അല്ലാത്തവരൊക്കെ പിന്നെ എഴുന്നേൽക്കുകയില്ല, അങ്ങ് പോവുകയാണ്. അങ്ങനെയല്ല. യേശു വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യരായി ഈ ഭൂമുഖത്ത് ജീവിച്ച സകലരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവരായാലും തിന്മ ചെയ്തവരായാലും ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഉയിർപ്പിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? നന്മ ചെയ്തവർ നിത്യജീവനായി യേശുവിനോടൊപ്പം ജീവിക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, തിന്മ ചെയ്തവർ നിത്യമായ ശിക്ഷാവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ യേശുവിനായി ഹൃദയം സമർപ്പിച്ച് നന്മ മാത്രം ചെയ്ത് ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കണം. ഒരുക്കം ഇല്ലാതെ ആരും ജീവിക്കരുത്. പലരും ജീവിതത്തിൽ ഒരുങ്ങാറില്ല. നമുക്ക് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോകണമെങ്കിൽ പോലും എന്തെങ്കിലും ഒരുങ്ങിയിട്ടേ നമ്മൾ പോകും. അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിച്ചിട്ടേ പോകും. ഇവിടുന്ന് കൊച്ചിക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർഡായിട്ടേ നമ്മൾ പോകും. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം വിട്ട് അടുത്ത ഒരു നിത്യയുഗത്തിന് വേണ്ടി പോകുമ്പോൾ എത്രത്തോളം
ഒരുക്കം ആവശ്യമാണ്. എല്ലാവരും ചേർന്ന് പറയാമോ? ഒരുങ്ങണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നിങ്ങളും ഒരുങ്ങണം. ഹല്ലേലൂയ. ഇന്നിങ്ങോട്ട് വന്നപ്പോൾ പോലും ഒരുങ്ങിയല്ലേ നിങ്ങൾ വന്നത്? വീട്ടിൽ നിന്ന് ആ വേഷത്തിലാണോ ഇറങ്ങിപ്പോകുന്നത്? അല്ല, ഒരുങ്ങിയാ വന്നത്. ഇതുപോലെ യേശു വരുമ്പോൾ അവന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു ഒത്തിരി പേരും ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്, എന്ന് വെച്ചാൽ ദൂരക്കാഴ്ചയില്ലാത്തവരാണ്. അങ്ങനെ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്നവരാണ് ഒത്തിരി പേർ. എന്നാൽ ഇതിന് ശേഷമുള്ള ജീവിതം പലരും ചിന്തിക്കുന്നില്ല. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം നടക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുങ്ങുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ മുന്നമേ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പുനരുത്ഥാനവും ജീവനും യേശുവാണ്. ചേർന്ന് പറയാം, പുനരുത്ഥാനവും ജീവനും യേശുവാണ്. അതിൻ്റെ അർത്ഥം സകലർക്കുമുള്ള ഉയിർപ്പ് വരുന്നത് യേശുവിൽ നിന്നാണ്. അങ്ങനെ പുനരുത്ഥാനവും ജീവനുമായ യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ പറയുന്നു സകലരെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ സമയത്ത് വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവെ, അങ്ങയുടെ കൈ നീട്ടി രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. താങ്ക് യു ജീസസ്. ഈ സമയം തന്നെ കർത്താവെ, രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. തലയുടെ പിൻഭാഗത്തായി മുഴയുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ ആ മുഴകൾ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റിൻ്റെ അകത്തുള്ള ലംബ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ വാതരോഗങ്ങളും മാറിപ്പോകട്ടെ. അപസ്മാരം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അത് സംഭവിക്കട്ടെ. റീന എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് തൊടുന്നത് ഞാൻ കാണുന്നു. അനേക പ്രാവശ്യവും ഇതുപോലെ ബ്ലീഡിങ് പ്രോബ്ലമുള്ള റീന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് മാത്രമല്ല, ശരീരത്തിൽ ആ ഭയങ്കരമായ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു തീരാരോഗമാണോ ഇത് എന്ന് വരെ വിചാരിച്ചിരിക്കുന്ന റീനയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പല പ്രാവശ്യം ജോലി നഷ്ടപ്പെട്ട് വല്ലാതെ മനപ്രയാസത്തിലായിരിക്കുന്നൊരു വ്യക്തി, ഒരു സ്ഥിരതയുമില്ല ജീവിതത്തിൽ, എങ്ങും ഫിക്സ്ഡ് ആവുന്നില്ല, എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നില്ല. എന്നാൽ കർത്താവ് നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നോഹയുടെ പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നതുപോലെ കർത്താവ് ചിലതിൻ്റെ മേൽ ഉറപ്പിക്കാൻ പോവുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ഒത്തിരി ഇൻ്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്തു, എന്നാൽ ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഞാൻ കാണുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുതിയ അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണമേ, നല്ല റിസൾട്ട് നൽകണമേ എന്ന് ഏത് റിസൾട്ടാണ് അതിനെ ഫേസ് ചെയ്യാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. വലിയ കടബാധ്യതയിലായിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഴികളിൽ നിന്നും അവരെ പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ ഈ ആഴ്ചയിലെ എപ്പിസോഡുകളും ഇവിടെ അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡുകളാണ് നമുക്കുള്ളത്. ഈ ആഴ്ചയിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസം കേട്ട സന്ദേശം ജീസസ് ദ ഫ്രീഡം ഗിവർ, സ്വാതന്ത്ര്യം നൽകുന്ന യേശു എന്നുള്ള സന്ദേശം തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ തുടരുന്നതായിരിക്കും. അതുകൊണ്ടൊരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകരുത്. എല്ലാവരോടും
ഈ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയണം. നിങ്ങളവരെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കുന്നവരോടൊക്കെ പറയണം. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിന്റെ അടുക്കൽ ആളയച്ച് മാർത്തയും മറിയയും അറിയിച്ച സന്ദേശമെന്ത്? What message did Mary and Martha send to Jesus of their brother? Options: A. കർത്താവേ, നിന്റെ മകൻ ദീനമായി കിടക്കുന്നു. B. നിന്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു. C. നമ്മുടെ സഹോദരൻ ദീനമായി കിടക്കുന്നു. D. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.